DCB മീഡിയയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുള്ള പല യുവാക്കളും യുവതികളുമെല്ലാം അറസ്റ്റിലാകുന്നതും അതുപോലെ വായ്പ എടുത്തിരിക്കുന്നവർക്ക് വന്നിരിക്കുന്ന ആശ്വാസ വാർത്തകളുമെല്ലാമാണ് വീഡിയോയിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളായതിനാൽ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വായ്പ എടുത്തവർക്ക് ചെറിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഇനി മുതൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രം ഏർപ്പെടുത്തുവാനുള്ള റിസർവ് ബാങ്ക് ചട്ടം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ജനുവരി 1 നടപ്പാക്കേണ്ടിയിരുന്ന ചട്ടമാണ് ബാങ്കുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് 31 വരെ നീട്ടിവെച്ചത്. ഏപ്രിൽ 1 മുതൽ എടുക്കുന്ന പുതിയ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാവൂ. നിലവിലെടുത്തിരിക്കുന്ന വായ്പകൾക്ക് പുതിയ നിബന്ധന ഏപ്രിൽ 1 ജൂൺ 30 ഇടയിൽ ബാധകമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വായ്പകൾ കൃത്യമായി തിരിച്ചടക്കാനാകാതെ കുടിശ്ശികയാകുന്നവർക്ക് പിഴപ്പലിശ ഒഴിവാക്കുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. മറ്റൊരറിയിപ്പ്, മാർച്ച് 31 ഞായറാഴ്ചയും ഈസ്റ്റർ ദിനവുമാണെങ്കിലും സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ദിവസമായതിനാൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. അതേസമയം പെസഹ, വ്യാഴം, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങളിൽ ബാങ്ക് അവധിയുമായിരിക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ സഹകരണ ബാങ്കുകളിൽ നിന്നും കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്കുള്ള നവകേരളം കുടിശ്ശിക നിവാരണം പദ്ധതി മാർച്ച് 31 വരെയാണ് ഉള്ളത്. വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് പിഴപ്പലിശ ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ ആനുകൂല്യങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതാണ്. കിടപ്പ് രോഗികളായവർക്കും മരണപ്പെട്ടവരുടെ വായ്പകളിലും ഭിന്നശേഷിക്കാരുടെ വായ്പകളിലും അതിദരിദ്രർക്കും പ്രത്യേകം ഇളവും ലഭിക്കും. അടുത്തത്, ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് എറണാകുളം റൂറൽ ജില്ലാ പോലീസിന്റെ മുന്നറിയിപ്പാണ്. പല യുവാക്കളും യുവതികളും തങ്ങളുടെ പേരിലെടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ 10,000 രൂപയ്ക്കോ അല്ലെങ്കിൽ മാസം 5,000 രൂപ വീതം നൽകുമെന്ന് പറയുന്നവർക്കോ വിൽപ്പന നടത്തുന്നത് വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ പണം കൊടുത്ത് വാങ്ങുന്നത് തട്ടിപ്പ് സംഘങ്ങളാണ്. സൈബർ തട്ടിപ്പിലൂടെയും ഓൺലൈൻ തട്ടിപ്പിലൂടെയും പൊതുജനങ്ങളിൽ നിന്നും തട്ടിയെടുക്കുന്ന പണം ഇങ്ങനെ വാടകയ്ക്കെടുക്കുന്ന അക്കൗണ്ടുകളിലൂടെയാണ് തട്ടിപ്പുകാർ പിൻവലിക്കുന്നത്. പണം നഷ്ടപ്പെട്ടവർ കേസ് കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കുന്ന പോലീസ് ഏത് അക്കൗണ്ടിലൂടെയാണോ പണം പിൻവലിച്ചെടുത്തത് ആ അക്കൗണ്ട് ഉടമകളെ അറസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ട്രേഡിംഗ് നടത്തിയതിൽ വൻ തുക സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് 5 ലക്ഷം രൂപ തട്ടിയെന്ന കേസിൽ പെരിന്തൽമണ്ണ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 3 പേരും തട്ടിപ്പുകാർക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിൽപ്പന നടത്തിയവരായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ വിൽക്കുന്നവരിൽ ഏറെയും കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. സൈബർ തട്ടിപ്പ് കേസുകളിൽ മിക്കവാറും ആദ്യം പിടിയിലാകുന്നത് അക്കൗണ്ട് ഉടമകളാണ്. സുഹൃത്തിന് കുറച്ച് പണം വരാനുണ്ടായിരുന്നു എന്നും അതിനായി അക്കൗണ്ട് എടുത്ത് നൽകിയെന്നുമാണ് പിടിയിലായവർ പറയുന്നത്. പലപ്പോഴും ഈ സുഹൃത്ത് അജ്ഞാതനായിരിക്കും. ഇനി ഇവർ പറയുന്ന സുഹൃത്തിനെ പിടികൂടിയാലോ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് അയാൾ കൈമലർത്തും. ഇൻസ്റ്റയിലൂടെയോ ടെലഗ്രാമിലൂടെയോ പരിചയപ്പെട്ട സുഹൃത്തുക്കളായ തട്ടിപ്പു സംഘത്തിന് അക്കൗണ്ട് എടുത്ത് നൽകുന്നവരുമുണ്ട്. അക്കൗണ്ടിൽ വരുന്ന തുകയ്ക്കനുസരിച്ച് പ്രതിമാസം കമ്മീഷനോ അല്ലെങ്കിൽ 10,000 രൂപ മുതലുള്ള ഒരു തുകയോ ആയിരിക്കും ഉടമസ്ഥന് വാഗ്ദാനം ചെയ്യുന്നത്. അക്കൗണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പ് സംഘത്തിനായിരിക്കും. പണം അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ആരാണെന്നോ എന്തിനാണെന്നോ എവിടെ നിന്നാണെന്നോ ആരാണ് തുക പിൻവലിക്കുന്നതെന്നോ യഥാർത്ഥ ഉടമകൾ അറിയുന്നുണ്ടാവില്ല. അറസ്റ്റിലായി കഴിയുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. പാൻ കാർഡ്, ആധാർ കാർഡ്, മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവ പരിചയമില്ലാത്തവർക്ക് കൈമാറരുതെന്ന മുന്നറിയിപ്പും അവഗണിക്കുകയാണ്. ഇതുപയോഗിച്ചും തട്ടിപ്പ് സംഘം അക്കൗണ്ട് എടുക്കുന്നുണ്ട്. കേരളത്തിൽ പുതുതായി വളർന്നുവരുന്ന അപകടകരമായ തട്ടിപ്പ് രീതിയാണിത്. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇത്തരം തട്ടിപ്പ് രീതികൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലെ തട്ടിപ്പിന്റെ വ്യാപ്തി പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു. അടുത്ത അറിയിപ്പ്, SBIയുടെ മുതിർന്ന പൗരന്മാർക്കായുള്ള 2 സ്കീമുകളിൽ നിക്ഷേപിക്കുവാൻ മാർച്ച് 31 വരെയേ സാധിക്കുകയുള്ളൂ. മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയാണ് VCare ഡെപ്പോസിറ്റ് സ്കീം. 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള കാലയളവിലെ നിക്ഷേപങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്. 7.5% പലിശ നിരക്ക്. VCare FD സ്കീമിന്റെ പലിശ പ്രതിമാസ, ത്രൈമാസ, അർദ്ധവാർഷിക അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിലായിരിക്കും ലഭിക്കുക. നികുതി കുറച്ചതിന് ശേഷമായിരിക്കും ഈ FDയുടെ പലിശ ലഭിക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 1 ലക്ഷം രൂപ 10 വർഷത്തേക്ക് VCare പദ്ധതിയിൽ നിക്ഷേപിക്കുമ്പോൾ കാലാവധി പൂർത്തിയാകുമ്പോൾ 2,10,000
10,000 രൂപ ലഭിക്കും. രണ്ടാമത്തേത് അമൃത് കലാഷ് FD ആണ്. 400 ദിവസമാണ് അമൃത് കലാഷ് FD സ്കീമിൻ്റെ കാലാവധി. 7.1% നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്ക്. മുതിർന്ന പൗരന്മാർക്ക് 7.6% പലിശ ലഭിക്കും. ഏതൊരു SBI FDയുടെയും ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണിത്. അമൃത് കലാഷ് സ്കീമിന് കീഴിൽ പരമാവധി 2 കോടി രൂപ വരെ നിക്ഷേപിക്കാം. SBIയുടെ ഏതെങ്കിലും ശാഖ സന്ദർശിച്ച് നിങ്ങൾക്ക് VKR ഡെപ്പോസിറ്റ് സ്കീം, അമൃത് കലാഷ് FD എന്നിവയിൽ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇന്റർനെറ്റ് ബാങ്കിംഗ്, യോനോ ആപ്പ് എന്നിവ വഴിയും നിക്ഷേപം നടത്താം. ഈ 2 സ്കീമുകളിലും മാർച്ച് 31 വരെ മാത്രമേ നിക്ഷേപം നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.